8-ാം സ്ഥലം, ജെറുസലേമിലെ സ്ത്രീകളെ ഈശോയെ ആശ്വസിപ്പിക്കുന്നു. കരുതൽ എന്നാണ് ഈ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത്. ഈശോയുടെ കരുതൽ നോക്കിയേ, ഈശോ കഠിനമായ വേദനയിലൂടെ നടന്നു പോവാണ്. ആ സമയത്തും ഈശോ കാണുന്നത് ജെറുസലേമിലേക്ക് വരാൻ പോകുന്ന വിപത്ത്, അതനുഭവിക്കാൻ പോകുന്ന സ്ത്രീകൾ, അവരുടെ മക്കൾ, അവരുടെ തലമുറ, അതിനെക്കുറിച്ച് ഓർത്ത് ഈശോ കരയുന്നത്. അതിനെക്കുറിച്ച് ഓർത്താണ് ഈശോ സംസാരിക്കുന്നത്. ഇതാണ് കരുതലെന്ന് പറയുന്നത്. നമുക്കങ്ങനെ കരുതാൻ പറ്റുമോ? നമ്മളെപ്പോഴും നമ്മളുടെ വേദനകളിലേക്ക്, നമ്മുടെ മുറിവിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വേദനയും ചുറ്റുമുള്ള വിഷമങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു സംഭവമുണ്ട്, മാരീഡ് കപ്പിൾസ് അവരുടെ ഫസ്റ്റ് നൈറ്റ്. അപ്പോൾ ഭാര്യ ഒരു ഷൂ ബോക്സ് കൊണ്ടുവന്ന് ടോയ്ലറ്റിൻ്റെ അകത്ത് വയ്ക്കും. അപ്പോൾ ഹസ്ബൻഡ് വളരെ ക്യൂരിയസ് ആയിട്ട് വയ്ക്കുന്നുണ്ട്, എന്താണെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, എനിക്കൊരു പ്രോമിസ് തരണം, ഒരു പ്രോമിസ് തരണം, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും തുറന്നു നോക്കരുത്, എന്നോട് ചോദിക്കുകയും ചെയ്തു. ഫസ്റ്റ് ആയിട്ട് ഭാര്യ ചോദിക്കുന്നൊരു കാര്യമാണ്. ഹസ്ബൻഡ് പറയും, ഓക്കെ ഡി, ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ഇവർ ഈ ഷൂ ബോക്സ് പൂട്ടി അതിൻ്റെ താക്കോൽ ഇവരുടെ കയ്യിലാണ് കേട്ടോ. ചോദിച്ചില്ല. അങ്ങനെ 60 വർഷം കഴിഞ്ഞു. 60 years ഓഫ് ഹാപ്പി മാരീഡ് ലൈഫ്. പ്രായമായവർക്ക് 60ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യ പറയുന്നുണ്ട്, ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, എടോ തനിക്കിന്ന് ഇഷ്ടമുള്ളത് ചോദിക്കാം, ഹാപ്പി. അപ്പോൾ ഹസ്ബൻഡ് എന്താ ചോദിച്ചെന്ന് അറിയാമോ? എടി, ഈ ഷൂവിൻ്റെ ബോക്സ് ഒന്ന് തുറന്ന് കാണിക്കണേ, അതെന്താ നോക്കട്ടെ. അയാളതാ ചോദിക്കുന്നത്. ആൾ പറയും ഓക്കെ. അങ്ങനെ താക്കോൽ കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി അത് തുറക്കാണ്. ഈ ഷൂ ബോക്സ് തുറക്കുമ്പോൾ അയാൾ കണ്ടത് 2 ഡോള്, ഈ നൂലുകൊണ്ട് തുന്നിയ ക്രോഷേ ഡോള് 2. എന്താണ്? അതുമാത്രമല്ല, ഒരു $95,000 പണം ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. അവൾ പറയും, എന്താണ് ഈ ഡോൾ, എന്താണ്? അപ്പോൾ ഭാര്യ പറയും, കല്യാണത്തിന് മുമ്പ് എൻ്റെ ഗ്രാൻഡ് മദർ എനിക്കൊരു ഉപദേശം തന്നു. എടി, ലൈഫാണ്, സങ്കടം ഉണ്ടാവും, തല്ലുപിടുത്തമൊക്കെ ഉണ്ടാവും. നിനക്ക് വല്ലാത്ത ദേഷ്യം നിൻ്റെ ഹസ്ബൻഡിനോട് തോന്നുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ വഴക്കിടാൻ പോകരുത്, ദേഷ്യപ്പെടാൻ പോകരുത്. നീ ഉടനെ തന്നെ നിൻ്റെ സൂചി നൂലും എടുത്തിട്ട് നീ ഒരു ഡോൾ ഉണ്ടാക്കുക. ആ ഡോൾ ഉണ്ടാക്കിയിട്ട് നീ അതിൻ്റെ അകത്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഈസി മെത്തേഡാണ്. ആ ദേഷ്യം മുഴുവൻ അങ്ങോട്ട് പോവാണ്, ആ ഡോളിലേക്ക് പോവാണ്. ഈ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം എന്താണെന്നറിയാമോ? 60 വർഷത്തെ ലൈഫിൻ്റെ ഇടയ്ക്ക് ആകെ 2 ഡോൾ അതിൻ്റെ അകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യപ്പെടാൻ ആകെ 2 ചാൻസേ അവൾ കൊടുത്തിട്ടുള്ളൂ. ഇയാൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഞാൻ അത്ര നല്ല മനുഷ്യനാണ്, ഇയാൾക്ക് തന്നെ വെൽഡൻ എന്ന് ഇയാൾ സ്വയം പറയാണ്. 2 തവണ മാത്രമല്ല അവൾ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയല്ല അവൾ ആ ഡോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്നിട്ട് അയാൾ ചോദിക്കും, എടി അപ്പോൾ ഈ $95,000 എന്താടി? അത് മറ്റു ഡോളൊക്കെ ഞാൻ വിറ്റ് കിട്ടിയ കാശാണ്. കാരണം $95,000 എന്ന് പറയുമ്പോൾ എത്ര ഡോൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലൈഫിൽ? ഈ 60 വർഷത്തിനിടക്ക് ഒരുപക്ഷെ ആഴ്ചയിൽ ഒരിക്കലും ഒരു ഡോളങ്ങളുള്ള ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത്രയും ദേഷ്യപ്പെടാനുള്ള കാര്യങ്ങൾ അവരുടെ ഫാമിലി ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഭാര്യ തീരുമാനം എടുക്കുകയാണ്, ഐ വിൽ നെവർ ഗെറ്റ് ആംഗ്രി വിത്ത് മൈ ഹസ്ബൻഡ്. അതാണ് അവരുടെ 60 ഇയേഴ്സിൻ്റെ ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത്. ഇതൊരു ഹ്യൂമർ കഥയാണ്. പക്ഷേ വളരെ ഒരു കാര്യമുള്ളതേ, നമ്മൾ കുറേയും കൂടി കരുതലാവണം. കുറേയും കൂടി കരുതലുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറണം. എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ല എന്ന് സ്നാച്ച് ചെയ്യുന്ന പ്രണയബന്ധങ്ങളുള്ള സമയമാണ്. എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ, അവളെന്നെ ഡിച്ച് ചെയ്താ, എന്നാൽ അവളെ ഞാൻ തീർക്കും, അല്ലെങ്കിൽ അവനെ ഞാൻ തീർക്കും. ഇതാണ് നമ്മുടെ ഒരു വല്ലാത്ത പ്രശ്നം. സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റാത്ത, ഒന്നും കൂടി കരുതലോടെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ എത്രയോ വഴക്കുകൾക്ക് വിരാമം ഇടാം, എത്രയോ സൗഭാഗ്യകരമായ ജീവിതം, ഹാപ്പി മാരീഡ് ലൈഫ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചും കൂടി കരുതലുള്ളവരായിട്ട് മാറും. ഗുഡ് ഡേ.